വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 21/12/2024 മുതൽ 27/12/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഇത് അഡ്ജോർമെന്റ് സൈനിഡൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ അഡ്ജോർമെന്റ് സൈനിഡൈ? എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? എന്താ? The winter session 2024 of Parliament, both houses means only Lok Sabha plus Rajya Sabha was adjourned signed recently. അതായത് എന്താണ്, ലോകസഭയും രാജ്യസഭയും അഡ്ജർമെന്റ് സൈനിഡൈ ചെയ്തിട്ടുണ്ട്. അതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി എന്താണ് അഡ്ജർമെന്റ് സൈനിഡൈ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ടെർമിനേറ്റ് എ സിറ്റിംഗ് ഓഫ് പാർലമെന്റ് ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നാണ്. അതായത് പാർലമെന്റ് സിറ്റിംഗ് എന്ത് ചെയ്യുന്നു, അനിശ്ചിത കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, നിർത്തി വെക്കുന്നു എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇത് അഡ്ജർമെന്റ് സൈനിഡൈ എന്നാണ് പറയുന്നത്. ആൻഡ് the house is adjourned without naming a day for reassembly. അതായത് ഇനി എന്നാണ് തിരിച്ച് സമ്മേളിക്കുക എന്ന് കൃത്യമായി മെൻഷൻ ചെയ്യാതെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് നിർത്തിവെക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? അഡ്ജർമെന്റ് സൈനിഡൈ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. And the power of adjournment sine lies with the presiding officer of the house. അതായത് അഡ്ജർമെന്റ് സൈനിഡൈ വിളിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോകസഭയിലാണെങ്കിൽ എന്താണ്, സ്പീക്കറും രാജ്യസഭയിലാണെങ്കിൽ എന്താണ്, ചെയർമാനും. ഓക്കെ, ലോക്സഭയിലാണെങ്കിൽ ആരാണ്? സ്പീക്കറും രാജ്യസഭയിലാണെങ്കിൽ എന്താണ്, ചെയർമാനുമായിരിക്കും എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. ആൻഡ് പ്രിസൈഡിങ് ഓഫീസർ ക്യാൻ ഓൾസോ കോൾ എ സിറ്റിംഗ് ഓഫ് ദ ഹൗസ് എനി ടൈം ആഫ്റ്റർ ദ ഹൗസ് ഹാസ് അഡ്ജേർഡ് സൈനിഡൈ എന്നുള്ളത്. ഓക്കെ, എന്താണ് പ്രിസൈഡിങ് ഓഫീസർക്ക് എന്താണ് എന്ത് വിളിക്കാനുള്ള അവകാശമുണ്ട്? ഒരു ഹൗസിൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്താണ് അഡ്ജർമെന്റ് സൈനിഡൈ വിളിക്കാനും, അഡ്ജർമെന്റ് സൈനിഡൈ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും എന്താണ് സമ്മേളിപ്പിക്കാനും എന്താണ് അവകാശമുണ്ട് എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് വേരിയബിൾ റിപ്പോ റേറ്റ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി RBI ഹാസ് കണ്ടക്റ്റഡ് എ വേരിയബിൾ റേറ്റ് റിപ്പോ VRR ഓപ്ഷൻ. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ VRR ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോണിറ്ററി ടൂൾ യൂസ്ഡ് ബൈ RBI ഫോർ ലിക്വിഡിറ്റി ഇൻജെക്ഷൻ. അതായത് എന്താണ്, ലിക്വിഡിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററി പോളിസിയാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഈ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അണ്ടർ ദിസ് RBI അലൗസ് ബാങ്ക് ടു ബോറോ അറ്റ് ദ റേറ്റ് ഡിസൈഡഡ് ബൈ മാർക്കറ്റ്, ജനറലി ലോവർ ദാൻ റിപ്പോ റേറ്റ് ഫോർ ഡ്യൂറേഷൻ മോർ ദാൻ 1 day എന്നുള്ളതാണ്. അതായത് എന്താണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ റിപ്പോ റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത് എപ്പോഴും എന്താണ്, ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന എപ്പോഴും എന്താണ്, ഒരു ഷോർട്ട് ടേം പീരീഡിലേക്കാണ്. ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ 1 year ഒക്കെയാണ്. ഓക്കെ, അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ റിപ്പോ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ റിപ്പോ റേറ്റ് തീരുമാനിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ആയിരിക്കും എന്ത് തീരുമാനിക്കുന്നതായിട്ട് കാണാൻ പറ്റുക, ഈ പറയുന്ന റിപ്പോ റേറ്റ് എന്താണ് തീരുമാനിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ 3 പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതുപോലെ തന്നെ 3 പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്ന 3 പേരിൽ ഒരാൾ എന്ന് വിളിക്കുന്ന വ്യക്തി എപ്പോഴും എന്തായിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരിക്കും. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർക്ക് എന്തിനുള്ള അധികാരമുണ്ട്? കാസ്റ്റിംഗ് വോട്ടിനുള്ള അധികാരമുണ്ടായിരിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർക്ക് എന്തിനുള്ള അധികാരമുണ്ടായിരിക്കും?
കാസ്റ്റിംഗ് വോട്ടിനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് സ്മൈൽ പ്രോഗ്രാം. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യ ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റീസെൻ്റ്ലി സൈൻഡ് എ $350 million policy based loan under the second sub program of SMILE, strengthening multimodal and integrated logistics ecosystem. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ സ്മൈൽ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഗ്രാമാറ്റിക് പോളിസി ബേസ്ഡ് ലോൺ PBL by Asian Development Bank to support the Government of India to undertake the wide ranging of reforms in the logistics sector. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇത്. ഈ സ്മൈൽ പ്രോഗ്രാം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ടു സ്ട്രെങ്തൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഇന്റർമിനിസ്റ്റീരിയൽ കോർഡിനേഷൻ ആൻഡ് പ്ലാനിംഗ് ഫോർ ഇൻസെൻറ്റിവൈസിങ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പ്രൊജക്റ്റ്. അതുപോലെ തന്നെ എന്താണ്? ടു ഇംപ്രൂവ് എഫിഷ്യൻസീസ് ഇൻ എക്സ്റ്റേണൽ ട്രേഡ് ലോജിസ്റ്റിക്സ് ആൻഡ് എൻകറേജ് ദ യൂസ് ഓഫ് സ്മാർട്ട് ആൻഡ് ഓട്ടോമോട്ടിവേറ്റഡ് സിസ്റ്റംസ് ഫോർ ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി. ഓക്കെ, ഇതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ എന്താണ് ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ MSP എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം? എന്താ? ദ ക്യാബിനറ്റ് ഹൈപ്സ് കൊപ്ര മിനിമം സപ്പോർട്ട് പ്രൈസ് ബൈ അപ് ടു Rs4202 Rs12100 ഫോർ കോണ്ടിനെൻ്റൽ ഫോർ 2025. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ്? എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ്? ഈസ് ദ മിനിമം പ്രൈസ് അറ്റ് വിച്ച് ദ ഗവൺമെൻറ് ബൈസ് ക്രോപ്സ് ഫ്രം ദ ഫാർമേഴ്സ് ടു എൻഷുർ ഫെയർ ഇൻകം എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്ന അല്ലേ, അവരുടെ പ്രൊഡക്റ്റ് ഏറ്റെടുക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് മേക്ക് റെക്കമെൻഡേഷൻസ് വൈൽ ഫൈനൽ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കോണമിക് അഫെയർസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്ന ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ഏതിൽ അവസാനം ഡിസിഷൻസ് എടുക്കുന്നത്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസിൻ്റെ റെക്കമെൻഡേഷൻസിൽ. ആനുവലി സെൻറ്റർ അനൗൺസസ് MSP ഫോർ 22 മേജർ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. പ്രധാനപ്പെട്ട 22 മേജർ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ഏതാണ് ഖാരിഫ് ക്രോപ്പുകൾ കാണാൻ പറ്റും, റാബി ക്രോപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് കൊമേഴ്ഷ്യൽ ക്രോപ്പുകളും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഏത് സാഹിത്യ അക്കാഡമി. എന്താ പറയുന്നത്? നാഗ റൈറ്റർ ഈസ്റ്റേൺ കയർ സ്പിരിറ്റ് നൈറ്റ്സ് വിൻസ് സാഹിത്യ അക്കാഡമി അവാർഡ് 2024. ഓക്കെ, ഇനി എന്താണ് സാഹിത്യ അക്കാദമിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജെനിസിസ് ഏതാണ്? ഫോർമലി ഇനാഗുറേറ്റഡ് ഇൻ 1954 ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. 1860 രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിൽ 1954 ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇതെന്താണ്? ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ഏത് മിനിസ്റ്റർ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിൽ. ഇതിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അണ്ടർടേക്ക് ലിറ്ററലി ആക്ടിവിറ്റീസ് ഇൻ 24 ലാംഗ്വേജസ്. 24 ലാംഗ്വേജസിന് എന്ത് ചെയ്യുക? അതിൽ ലിറ്ററലി ആക്ടിവിറ്റീസ് ഏർപ്പെടുക. അതിൽ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസും അതുപോലെ തന്നെ പിന്നെ ഒന്ന് വരുന്ന ഏതാണ്? ഇംഗ്ലീഷ് ആൻഡ് രാജസ്ഥാനിയാണ്. ഇനി ഹോണേഡസ് ഇന്ത്യാസ് നാഷണൽ അക്കാഡമി ഓഫ് ലെറ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ദ മേജർ അവാർഡ്സ് എന്ന് പറയുന്നതാണ് ഇത് കൊടുക്കുന്ന ഏതൊക്കെയാണ്? സാഹിത്യ അക്കാദമി അവാർഡ്, ഭാഷാ സമ്മാൻ അവാർഡൊക്കെ എന്താണ്? ഇവർ പ്രധാനമായിട്ടും എന്താണ് കൊടുക്കുന്ന അവാർഡുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ്. എന്താണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ? എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? ദ UN General Assembly has declared December 21 as the World Meditation Day to raise awareness about meditation benefits, emphasizing the right to physical and mental health. Okay,
ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ വേൾഡ് മെഡിറ്റേഷൻ ഡേ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, സപ്പോർട്ടഡ് ബൈ കൺട്രീസ് ലൈക്ക് ലൈറ്റാൻ, ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, മെക്സിക്കോ ആൻഡ് അൻഡോറ. The resolution was adopted unanimously by 193 members UN General Assembly on December 6, 2024 ആണ്. ആൻഡ് 2024 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ്. ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദിസ് ഡേ സെർവ് ആസ് ദ റിമൈൻഡർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷനിങ് ഹ്യൂമൻ consciousness and addressing the global challenges such as conflict, climate crisis and technological advancements through the inner peace and compassion എന്നുള്ള എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസാണ് എന്ത്, എയറോജെൽസ്. എന്താണ് ഈ എയറോജെൽസ്, എന്താണ് ന്യൂസിൽ വരാൻ കാരണം, റിസർച്ചേഴ്സ് ഓഫ് IISER പൂനെ created a new aerogel that can be extract global from e-waste. Okay, this could be help reduce both electronics waste and harmful mining practices എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ജെനിസിസ് എന്താണ്, 1930കളിലാണ് ഇത് ഇൻവെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഫോർമേഷൻ എന്താണ്, ക്രിയേറ്റഡ് ബൈ കമ്പൈനിങ് എ പോളിമർ വിത്ത് എ സോൾവെൻറ്റ് ടു ഫോം എ ജെൽ ആൻഡ് then removing the liquid form of gel and replacing it with air എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ ദ ലൈറ്റസ്റ്റ് സോളിഡ് മെറ്റീരിയൽസ്, ട്രാൻസ്ലുവൻറ്റ്, എക്സ്ട്രീംലി പോറസ് ആൻഡ് വെരി ലോ ഇൻ ഡെൻസിറ്റി എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എന്താണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്താ, India and Asian Development Bank signed $500 million loan to aid sustainable infrastructure project. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, മനില, ഫിലിപ്പൈൻസിലാണ്. ജെനിസിസ് എന്താണ്, മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് 1966 ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഇതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടു അച്ചീവ് എ പ്രോസ്പറസ്, ഇൻക്ലൂസീവ്, റെസിലൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഏഷ്യ ആൻഡ് പസഫിക് വൈൽ സസ്റ്റൈനിങ് ഇറ്റ്സ് എഫേർട്ട് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി എന്നുള്ളതാണ്. ഇനി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അസിസ്റ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ബൈ പ്രൊവൈഡിങ് ലോൺസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഗ്രാൻസ് ആൻഡ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ടു പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. ഇനി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 69 മെമ്പേഴ്സാണുള്ളത്. ഇതിൽ 49 പേര് എവിടെ നിന്നാണ്, ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ പസഫിക് റീജിയനിൽ നിന്നും. 20 പേരെന്താണ് ഔട്ട്സൈഡ് മെമ്പേഴ്സാണ്. ഇന്ത്യ ഫൗണ്ടിങ് മെമ്പറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെയുള്ള രാജ്യമാണ് ഇത് ഇന്ത്യ. ഇനി പിന്നെ വരുന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സാണ്, ഹയസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡിയാണ് ഇതിനുള്ള, വിച്ച് കംപ്രൈസസ് 1 റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഈച്ച് മെമ്പർ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, NHRC. എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, എന്താണ് ന്യൂസിൽ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താ, നമുക്ക് നോക്കി നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ന്യൂസിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ഫോർമർ സുപ്രീം കോർട്ട് ജഡ്ജ് വി രാമസുബ്രഹ്മണ്യൻ ആസ് NHRC ചെയർമാൻ. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ജെനസിസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഇതെന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സ്ഥാപനമാണ് ഏത് എന്ന് വിളിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് സ്വന്തമായിട്ട് എന്താണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സ്ഥാപനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്,
ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എന്താണ്, ഒരു അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു സ്റ്റാറ്റസ് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരമൊരു സ്റ്റാറ്റസിലൂടെ അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന പ്രത്യേക റെസല്യൂഷനിലൂടെ എന്താണ് നിലവിൽ വരുന്ന സ്ഥാപനങ്ങളാണ് ഏത്, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇനി 1993 പാസ്സാക്കിയ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിക്കപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇത് 1993 വന്ന ഈ നിയമം പിന്നീട് നമ്മൾ 2006 അതുപോലെ തന്നെ 2019 നമ്മൾ എന്ത് ചെയ്തിരുന്നു, അമെൻഡ് ചെയ്തിരുന്നു. ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അത് ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ 5 ഫുൾ ടൈം മെമ്പേഴ്സും 7 ഡീംഡ് മെമ്പേഴ്സും അടങ്ങുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ കോമ്പോസിഷൻ. ഇനി കാലാവധി ഈ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിലവിൽ 3 years ഓർ ടിൽ ദ ഏജ് ഓഫ് 17 years ആണ്, വിച്ച് എവർ ഈസ് ഏർലിയർ ആൻഡ് എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് എന്നാണ്. ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എൻക്വയർ ഇൻ ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഓൺ ഇറ്റ്സ് ഓൺ ഓർ എ പെറ്റീഷൻ ബൈ എ വിക്ടിം, റിവ്യൂ ലോ ആൻഡ് പ്രൊസീജിയർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളവരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത് ബ്രൂ ട്രൈബ്. എന്താണ് ബ്രൂ ട്രൈബ്, എന്താ ന്യൂസിൽ വരാൻ കാരണം എന്താ, ഗവൺമെൻറ് സ്പെൻഡ് $900 crore ടു റീസെറ്റിൽ ബ്രൂ ഇൻഹാബിറ്റൻസ് ഇൻ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് ത്രിപുര. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രൂ ട്രൈബ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇവരെന്താണ് ബ്രൂ ട്രൈബ് അല്ലെങ്കിൽ റിയാങ്ക് ട്രൈബ് എന്നുള്ള പേരിലൊക്കെ വിളിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ, പ്രധാനമായിട്ടും ത്രിപുര, മിസോറാം, ആസാമിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് സെറ്റിൽമെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ലൈവ് ഇൻ ഹില്ലി റീജൻസ്, നാരോ വാലീസ്, ബാംബു ഹൗസസിലൊക്കെയാണ് ജീവിക്കുന്നത്. ഒക്യുപ്പേഷൻ എന്താണ്, പ്രാക്ടീസ് ജും കൾട്ടിവേഷൻ ആണ്. ബിലീഫ് എന്താണ്, ഫോളോ എ ബ്ലെൻഡ് ഓഫ് ട്രഡീഷണൽ ഹിന്ദുയിസം ആൻഡ് ആനിമിസം എന്നുള്ള എന്താണ് ഇവരുടെ ബിലീഫിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷൻ, ബിംസ്റ്റിക് ആണ്. ആൻഡ് 24th ബിംസ്റ്റിക് സീനിയർ ഒഫീഷ്യൽസ് മീറ്റിംഗ് ഹെൽഡ് ഇൻ തായ്ലാൻഡ്. ഓക്കെ, ഇനി ബിംസ്റ്റിക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റീജിയണൽ ഓർഗനൈസേഷൻ ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1997. 1997 എന്ത് ചെയ്യുന്നത് ബാങ്കോക്ക് ഡിക്ലറേഷനിലൂടെ ഇത് സ്ഥാപിതമാവുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ എയിം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രൊമോഷൻ ഓഫ് എക്കോണമിക് കോർപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രീസ് ബോർഡറിങ് ബേ ഓഫ് ബംഗാൾ എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് എവിടെയാണ്, ധാക്ക, ബംഗ്ലാദേശിലാണ്. ആൻഡ് ഇതിൽ 7 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, മ്യാൻമാർ ആൻഡ് തായ്ലാൻഡാണ് ഇതിലെ 7 മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സബ്മിറ്റ് അവിടെ ബാങ്കോക്ക് തായ്ലാൻഡിലാണ് 2004 ആദ്യമായിട്ട് നടന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ജെൻകാസ്റ്റ് AI. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ ഗൂഗിൾ ഡീപ്പ് മൈൻഡ് അൺവീൽസ് ജെൻകാസ്റ്റ് AI മോഡൽ ഫോർ അഡ്വാൻസ്ഡ് വെതർ ഫോർകാസ്റ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. ആൻഡ് ജെൻകാസ്റ്റ് AI കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ വെതർ ഫോർകാസ്റ്റിംഗ് മോഡൽ ദാറ്റ് ക്ലൈംസ് ബെറ്റർ അക്യുറസി ആൻഡ് എക്സ്റ്റെൻഡഡ് ഫോർകാസ്റ്റിംഗ് റേഞ്ച് കമ്പയർഡ് ടു എക്സിസ്റ്റിംഗ് ടൂൾസ് ആണ്. ആൻഡ് ഇറ്റ് യൂസസ് ensembles forecasting similar to traditional numerical weather prediction ആണ്, but it is powered by AI rather than simultaneous. Okay, and ensemble forecast use NWP model with the different starting conditions to predict a range of possible weather outcomes എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് എവിടെയാണ് വന്നിരിക്കുന്നത്, ഫ്രാൻസ് ക്യാപിറ്റൽ പാരീസ് ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, റീസെൻ്റ്ലി ദ ഫ്രഞ്ച് പ്രസിഡന്റ് അനൗൺസ് ദ 4th ഗവൺമെൻറ് ഓഫ് ദി ഇയർ. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്
ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? നൈറ്റ് ബോർഡറിംഗ് കൺട്രീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ബെൽജിയം, ലക്സംബർഗ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, മൊണോക്കോ, സ്പെയിൻ ആൻഡ് ആൻഡോറയാണ്. ലൊക്കേഷൻ എവിടെയാണ്? വെസ്റ്റ് എഡ്ജ് ഓഫ് യൂറോപ്പിലാണ് എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ ലൊക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആൻഡ് മാരിടൈം ബൗണ്ടറീസ് നോക്കുകയാണെങ്കിൽ എവിടെയാണ്? ബേ ഓഫ് ബിസ്കെ വെസ്റ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാനലുണ്ട് നോർത്ത് വെസ്റ്റിൽ, ആൻഡ് മെഡിറ്ററേനിയൻ സീൻ്റെ എവിടെയാണ്? സൗത്തിൽ, ആൻഡ് ദ നോർത്ത് സീൻ്റെ എവിടെയാണ്? നോർത്തിലാണ്. ഇനി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മൗണ്ടൈൻസ് ദ ആൽപ്സ് ആണ്, ഹയസ്റ്റ് പീക്കാണ്. മൗണ്ട് ബ്ലാങ്ക് അറ്റ് 4808 മീറ്റേഴ്സ് ആണ്, ആൻഡ് ദ പെർനസ് എക്സെട്ര. പ്ലെയിൻസ് ഏതൊക്കെയാണ്? ബോൾഡ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻസ് ആണ് ഇൻ നോർത്ത് വെസ്റ്റിൽ, ലൈക്ക് ദ പാരീസ് ബേസിൻ. ആൻഡ് മേജർ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സീനെ ഫ്ലൂസ് ത്രൂ പാരീസ്, ലോയർ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഫ്രാൻസ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് 1924 ബെൽജിയം കോൺഗ്രസ് സെഷൻ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? സെൻട്രലി ഓഫ് 1924 ബെൽജിയം കോൺഗ്രസ് സെഷൻ ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് ഇൻ ബെൽഗാവി, ഏർലിയർ ബെൽജിയം, കർണാടക ഓൺ ഡിസംബർ 26-27 ആണ്. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ്? എബൌട്ട് 1924 ബെൽജിയം കോൺഗ്രസ് സെഷൻ എന്താണ്? ഇറ്റ് വാസ് ദ 39th സെഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോൺഗ്രസ് ആൻഡ് വാസ് ദ ഓൺലി സെഷൻ പ്രിസൈഡഡ് ഓവർ ബൈ മഹാത്മാ ഗാന്ധിയാണ്. സിഗ്നിഫിക്കൻസ് എന്താണ്? ഡിസ്കസ്ഡ് ഹിസ് ഡ്രീം ഓഫ് സ്വരാജ് ആൻഡ് സർവോദയ, റീവാംപ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് കോൺഗ്രസ് വിത്ത് 90% ഓഫ് ഫീ കട്ട് ഫോക്കസിങ് ഓൺ സോഷ്യൽ ചേഞ്ച് എക്സെട്രയാണ്. ആൻഡ് ഹെൽഡ് സെപ്പറേറ്റ് കോൺഫറൻസസ് എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. അതുപോലെ തന്നെ എന്താണ്? സ്ട്രോങ് റെസൊല്യൂഷൻസ് were passed to stress upon Hindu Muslim unity, paid social service and making ഖാദി സ്പിന്നിങ് മാൻഡേറ്ററി എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഏത്? യുണൈറ്റഡ് നാഷൻസ് ഡിസെൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സ് ആണ്. ആൻഡ് ന്യൂസ് എന്താണ്? റീസെൻ്റ്ലി ദ UN സെക്രട്ടറി ജനറൽ പെയ്ഡ് ട്രൈബ്യൂട്ട് ടു ബ്രിഗേഡിയർ അമിതാഭ് ബജ്ജ ഹു വാസ് സെർവിംഗ് ദ യുണൈറ്റഡ് നാഷൻ ഡിസ്ഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സ് അറ്റ് ഗോളൻ ഹൈറ്റ്സ്. ഓക്കെ, എന്താണ് ന്യൂസിൽ വരാൻ കാരണം എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്യാമ്പ് ഫാറോവർ, സിറൈൻ സൈഡ് ഓഫ് ദ ഗോളൻ ഹൈറ്റ്സ് ആണ്. ജെനിസിസ് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ബൈ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ 350-1974 ഫോളോയിങ് 1974 ഡിസ്ഗേജ്മെൻറ്റ് ഓഫ് ഫോഴ്സസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് സിറിയാണ്. മാൻഡേറ്റ് എന്താണ്? മെയിൻറ്റെയിൻ ദ സീസ് ഫയർ ആൻഡ് സൂപ്പർവൈസ് ദ ഏരിയ ഓഫ് സെപ്പറേഷൻ, എ ഡീമിലിമിറ്ററൈസ്ഡ് ബഫർ സോൺ ആസ് വെൽ ആസ് ദ ഏരിയ ലിമിറ്റേഷൻ ആണ്, വേർ ഇസ്രായേലി ആൻഡ് സിറിയൻ ട്രൂപ്സ് വേർ റെസ്ട്രിക്റ്റഡ് ഇൻ ദ ഗോളൻ. ഇനി മാൻഡേറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? റിവാർഡ് എവറി 6 months ബൈ UNSC ആൻഡ് ഹാസ് ബീൻ റിവാംബ്ഡ് ടിൽ ജൂൺ 2025 ആണ്. ആൻഡ് പറയുന്നത് ഇന്ത്യ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് മിലിറ്ററി കോൺട്രിബ്യൂട്ട് ടു UNDOF എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത് ലാൻഡ് സ്ലൈഡ് ലീക്ക്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി സം എക്സ്പേർട്സ് ഹാവ് റൈസ്ഡ് കൺസേൺ ഓവർ നോഡിസ്ക്രിപ്റ്റ് പോണ്ട് ക്രിയേറ്റഡ് ബൈ ലാൻഡ് സ്ലൈഡ് ഗ്രോയിങ് ഇൻ ടു എ മാസീവ് ലേക്ക് ഇൻ ലെസ് ദാൻ എ ഇയർ ഇൻ ദ കുമോൺ ഹിമാലയ റേഞ്ച് ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ലാൻഡ് സ്ലൈഡ് ഡാം ലേക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ എന്താണ്? ക്രിയേറ്റഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദ ബ്രോഡ് റേഞ്ച് ഓഫ് മാസ് മൂവ്മെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ സെറ്റിൽമെൻറ്റ്സ് ആണ്. ആൻഡ് പ്രോസസ് എന്താണ്? ഒന്ന് ഫോർമേഷൻ ഓഫ് ഡാം ആണ്. എന്താ? ഡ്യൂ ടു റിസൾട്ട് ഓഫ് എർത്ത് സാമ്പിൾസ് ആൻഡ് സ്ലൈഡ്സ്, മഡ് ഫ്ലോസ്, റോക്ക് ആൻഡ് ഡിബ്രൈസ്, avalanches in areas where narrow river valleys are bordered by steep and rugged mountain slope ആണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് ലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ബിഹൈൻഡ് ദ ഡാം ആസ് ദ റിസൾട്ട് ഓഫ് ദ കണ്ടിന്യൂസ് ഇൻഫ്ലോ ഫ്രം വാട്ടർ ഫ്രം ദ റിവർ ആൻഡ് അസോസിയേറ്റഡ് ഫിനോമിന ഏതാണ്? ലാൻഡ് സ്ലൈഡ്, ഡാം, ഔട്ട് ബ്രസ്റ്റ്, ഫ്ലഡ്സ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് കാവേരി എൻജിൻ. കാവേരി എൻജിൻ ഡെവലപ്ഡ് ബൈ ഗ്യാസ് ട്രൈബൺ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ DRDO ഹാസ് ബീൻ ക്ലിയർഡ് ഫോർ ഇൻസൈറ്റ് ടെസ്റ്റിംഗ്, മാർക്കിംഗ് എ മേജർ സ്റ്റെപ്സ് ഇൻ ഇന്ത്യാസ് എയറോസ്പേസ് സെൽഫ് റിലയൻസ് എന്നാണ്. ഓക്കെ, ഇനി കാവേരി എൻജിൻ പ്രൊജക്ട് നോക്കുക. ഇനിഷ്യേഷൻ എന്താ? ദ കാവേരി എൻജിൻ പ്രൊജക്ട്
begin in the late 1980s to power the light compact aircraft Tejas ആണ്. And later DRDO focused on developing a dry version of Kaveri engine for UAV applications എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് കറണ്ട് കപ്പാസിറ്റി എന്താണ്? ദ ഡ്രൈ കാവേരി എഞ്ചിൻ പ്രൊഡ്യൂസേഴ്സ് 4951 kN of thrust sustainable UAV like the Khadak Stealth UKV ആണ്. ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന marks a strategic achievement enhancing India's self-reliance in the aero engine technology. ഓക്കെ. ആൻഡ് കോളറ എന്താണ് ന്യൂസിൽ വരാൻ കാരണം? അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യമൻ ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് കൺട്രി ഗ്ലോബലി ബൈ കോളറ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വരുന്നത്. കോളറയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? കോളറ ഈസ് ആൻ അക്യൂട്ട് diarrheal infection caused by consuming food or water contaminated with the bacterium Vibrio cholerae. And most people with the cholera have no or mild symptoms and can be treated with the oral rehydration solution. It can be fatal in treatment is not quickly accessible എന്നുള്ളതാണ്. And population access to safe water and sanitization and hygiene wash is the essential to prevent cholera എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. And the oral cholera vaccine OCV can be base prevent and control cholera എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി 26/2024 മാർക്സ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈസ് ദ 100th ഫൗണ്ടേഷൻ ഡേ. ഇതാണ് ഇതെന്തിൽ വരാൻ കാരണം? ന്യൂസിൽ വരാൻ കാരണം. ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ എവിടെയാണ്? കാൺപൂർ കോൺഫറൻസ് ഓഫ് ഡിസംബർ 1925 മാർക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് CPI എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ആൻഡ് കോൺഫറൻസ് മെറ്റ് അണ്ടർ ദ പ്രസിഡൻസി ഓഫ് സിംഗാരവേലു ചെട്ടിയാർ. ആൻഡ് റീസൺസ് ഫോർ ഫോർമേഷൻ എന്താണ്? ഗ്രോയിങ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ബ്രിട്ടീഷ് ഇമ്പീരിയൽ റൂൾ ആൻഡ് ദ ഗ്ലോബൽ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് പോസ്റ്റ് റഷ്യൻ റവല്യൂഷൻ ഓഫ് 1970 ആണ്. ആൻഡ് പ്രോമിനൻറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? MN റോയ്, അദാനി മുഖർജി എക്സെട്ര തുടങ്ങിയവരാണ്. ഓക്കെ. ഇനി കീ കോൺട്രിബ്യൂഷൻസ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ എന്താണ്? MN റോയ് വാസ് ദ ഫസ്റ്റ് പ്രപ്പോസ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റൻറ്റ് അസംബ്ലി ടു ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ ആണ്. ആൻഡ് പ്ലേഡ് ദ ഇൻസ്ട്രുമെൻറ്റ് റോൾ ഇൻ ഓർഗനൈസിംഗ് വർക്കേഴ്സ് ആൻഡ് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ സച്ച് ആസ് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി നെക്സ്റ്റ് ആണ് ഏത്? ലെസ്തോ. ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മസീരു ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? ഇന്ത്യ സെൻഡ് 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് ടു ലെസ്തോ ആസ് എൻ ഹ്യൂമാനിറ്റി നീഡ് ടു സപ്പോർട്ട് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക. പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഓക്കെ. സൗത്ത് ആഫ്രിക്കയിലെ തന്നെ എന്താണ്? ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് അല്ലേ? നമുക്കറിയാം ഇതിന് ചുറ്റും എന്താണ്? മറ്റ് പല രാജ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. സോ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ദ നെയിം ഓഫ് മൗണ്ടെയിൻ കിങ്ഡം എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഡാർക്കൻസ്ബർഗ് ആൻഡ് മൽത്തോയി റേഞ്ചസ് ആണ് മൗണ്ടെയിൻ. റിവേഴ്സ് ഏതൊക്കെയാണ്? The Orange River, one of the southern Africa's largest river, originates in the Lesto highlights എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഏത്? റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? റീസെൻ്റ്ലി ദ PM സജസ്റ്റഡ് ടൂറിസ്റ്റ് വിസിറ്റ് ദ റാൻ ഓഫ് കച്ച്, ദ റാൻ ഉത്സവ്, ദ ധോർബോ ടൺ സിറ്റി. ഓക്കെ. ഇനി റാൻ ഓഫ് കച്ച് നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ എന്താണ്? ആൻഷ്യൻ ജിയോഗ്രഫിക്കൽ ഷിഫ്റ്റ് ട്രാൻസ്ഫോംഡ് എ shallow region of the Arabian Sea into what is now a seasonal salt and marsh and desert terrain ആണ്. Geographical features in the it spans across the border between India and Pakistan, consisting of the Great Rann of Little Rann ആണ്. And biodiversity in the it is a home to wild ass sanctuary, only remaining habitat of the Indian wild ass ആണ്. And tribal hamlets with cyclical mud begins huts and are
എപ്പി സെൻറ്റർ ഫോർ കിച്ചി എംബ്രോയ്ഡറി, റോഗൻ പെയിൻറ്റിങ്, GI ടാക്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രധാൻ മന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? മസാലി വില്ലേജ്, ഗുജറാത്ത് ഹാസ് ബിക്കം ദ ഇന്ത്യാസ് ഫസ്റ്റ് ബോർഡർ സോളാർ വില്ലേജ്, generates 100% of its electricity to solar power. And solar rooftop work in the all houses completed on the Pradhan Mantri Suryaghar Muft Bijli Yojana. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ അണ്ടറിലാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ 2026-27 ഫൈനാൻഷ്യൽ ഇയർ ആണ്. ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഇൻസ്റ്റാൾ റൂഫ് ടോപ്പ് സോളാർ ആൻഡ് പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ഫോർ അപ് ടു 300 മന്ത്ലി യൂണിറ്റ്സ് ഫോർ 1 crore ഹൗസ് ഹോൾഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് മൻഡാൻ ബി ലോക്കോർ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ചെയർപേഴ്സൺ ഓഫ് ദ UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാൻ എന്താണ്? ജനറൽ അസംബ്ലി എസ്റ്റാബ്ലിഷ്ഡ് IJC എൻഷുർ ഇൻഡിപെൻഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ UN's ഇന്റേണൽ ജസ്റ്റിസ് സിസ്റ്റമാണ്. കോമ്പോസിഷൻ എന്താണ്? കൺസിസ്റ്റ് ഓഫ് 5 members ആണ്. എ സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ്, എ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, 2 external jurisdict ആൻഡ് ചെയർപേഴ്സൺ ആണ്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കൗൺസിൽ ഈസ് ടാസ്ക്ഡ് വിത്ത് ഫൈൻഡിങ് സസ്റ്റൈനബിൾ കാൻഡിഡേറ്റ് ഫോർ വേക്കൻറ്റ് UN ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ ആണ് ആൻഡ് UN അപ്പൽസ് ട്രൈബ്യൂണൽ ജഡ്ജ് പൊസിഷനാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡ് ഇറ്റ്സ് വ്യൂസ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് സിസ്റ്റം ടു ജനറൽ അസംബ്ലി എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ധനാലി ഫാൾട്ട് ആണ്. എന്താണ്? ന്യൂ റിസർച്ച് ഷോസ് ദാറ്റ് 3 sites സ്പ്രെഡ് അലോങ് ദ ധനാലി ഫാൾട്ട് were once a smaller united geological feature ആണ്. ലൊക്കേഷൻ എന്താ? ഇറ്റ് ഈസ് ദ മേജർ സ്ട്രൈക്ക് സ്ലിപ്പ് ഫാൾട്ട് ലൊക്കേറ്റഡ് ഇൻ അലസ്ക, USA, പാർട്ട് ഓഫ് ബോർഡർ ടെക്ടോണിക് ഡൈനാമിക്സ് ഓഫ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ്? എ ഫാൾട്ട് ഈസ് ഷാർപ്ഡ് ബ്രേക്ക് എർത്ത് ക്ലസ്റ്ററൽ റോക്സ് ആണ്. ടൈപ്സ് എന്താണ്? നോർമൽ ഫാൾട്ട് ഉണ്ട്. വെൻ 2 plates one top other slide past each other ആണ്. ആൻഡ് റിവേഴ്സ് ഫാൾട്ട് ഉണ്ട്. വെൻ 1 plate slides under the other creating a vertical offset ആണ്. സ്ട്രൈക്ക് സ്ലിപ്പ് ഫാൾട്ട് എന്താണ്? വെൻ 2 plates move horizontally past each other ആണ്. ആൻഡ് ഒബ്ലിക് സ്ലിപ്പ് ഫാൾട്ട് എന്താണ്? 2 blocks on the either side of fault move into 2 different directions simultaneously, combining both normal or reverse faulting with a strike slip component എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ. എന്നാണ് ന്യൂസിൽ വരാൻ കാരണം? സുപ്രീം കോർട്ട് സെറ്റ് അസൈഡ് ദ 2028 NCDRC ruling and awards and others versus RBI which barred banks from charging over 30% interest on credit card dues, deeming an unfair trade practice. ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനാണ്. 1956 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇത് ഹെഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സിറ്റിംഗ് ഓഫ് റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓർ സിറ്റിംഗ് ഓഫ് എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആണ്. ആൻഡ് അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് NCDRC ലൈസ് വിത്ത് ദ സുപ്രീം കോർട്ടാണ്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എൻട്രി complaints was valued more than 2 crore ആണ്. ആൻഡ് appellate and reversal jurisdiction from the orders of state commission or the district forum എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആഴ്ചത്തെ കറണ്ട് അഫെയർ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.